സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. നിങ്ങൾക്കാദരാഞ്ജലി നേരട്ടെ. ബേബി, എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ഇത്ര പെട്ടെന്ന് എന്നെ മിസ് ചെയ്തോ? അതെ, ഇന്നലെ രാത്രി 12 മണി വരെ സംസാരിച്ചിട്ട് ഇന്നായപ്പോഴേക്കും എനിക്കിതിനെ വല്ലാതെ മിസ് ചെയ്തു ബേബി. പപ്പയാണെ റൂമിലെ വെളിച്ചം കണ്ട അപ്പ ചീത്ത പറയും. ഹീ ഈസ് വെരി സ്ട്രിക്റ്റ്, യു നോ. യെസ് ബേബി, ഐ നോ. പപ്പയുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? പപ്പയ്ക്ക് നിന്ന് തിരിയാൻ നേരമില്ല ബേബി. പാവം, ഇന്നിപ്പോ രാവിലെ തന്നെ ഫ്ലൈറ്റിന് പോയിട്ടുണ്ട് ജോർജിയയിലേക്ക്. അവിടെ നിന്ന് പാരീസ്, ലണ്ടൻ, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പാവം എന്റെ പപ്പ. പപ്പയെ മിസ് ചെയ്യില്ലേ ബേബി? പിന്നെ ചെയ്യാതെ, ഞാൻ ഡെയിലി വീഡിയോ കോൾ ചെയ്യും. കുളിക്കുമ്പോ വരെ എനിക്ക് മിസ് ചെയ്യും. ഞാൻ അപ്പൊ വിളിക്കും പപ്പേ. Oh, how sweet. I like it. Yeah, I know. ബേബി, നിന്റെ പപ്പ. ഹലോ, ആരാ ബേബി കോളില്? അത് പപ്പയുടെ കമ്പനിയിലെ പ്രൊഡക്ഷൻ മാനേജറാ. പറയൂ, അതൊക്കെ പപ്പയോട് ചോദിച്ചാൽ മതി. ഓക്കെ ബേബി, നമുക്കെന്നാ പോയാലോ? എടാ തണ്ടി പൊട്ടി, അഴിക്കടാ അഴിക്ക്. ഇട്ടിരിക്കുന്ന നീല കേൾവിന്റെ ഷഡ്ഡി വരെ എന്റെ അഴിക്കത്. എന്റെ നെഞ്ചത്ത് എഴുന്നേക്കടാ പട്ടി എന്ന് ടൂരിത്തരാ. എഴുന്നേക്കൂലടാ പൂട്ടെ. ആകെ പടച്ചെലന്തി വരെ അല്ലാത്ത ആകെ പട ആ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളു. അതും എടുത്തോണ്ട് നീട്ടോണ്ട് പോയി ഞാൻ സൈക്കിളടാ പന്നി. പോത്തടി സമ്മതിക്കത്തില്ലടാ, വിടറാ. ഞാനൊന്ന് റൂമിൽ പോടറാ, എന്നിട്ട് ഊരിത്തരാ. ഇവിടെ നിന്ന് ഊരാൻ പറ്റത്തില്ലല്ലോടാ. ചെലന്തി വില അത് ഞാൻ സമ്മതിച്ച്. ആകപ്പാടെ നല്ലത് ഇത് മാത്രമാ. ഇത് എന്തുവാടാ ഇതിന്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട്? വിടറോ.
അതിനകത്തൊരു 10,000 ഓട്ടം ഉണ്ട്. കാറ്റ് താനെ കയറും. ഓഹോ, അപ്പൊ നീ അതും എടുത്തിട്ടില്ലടാ. ആഭാസ, നീ പൂജക, കാമപിശാചെ, ഉറ പട്ടി. ഹാ, നീ വന്നാ? എവിടെയാണ് എൻ്റെ 20 രൂപ? നീ ഒന്നും കാണാതിരിക്കാൻ ഞാൻ ആ സണ്ണി ചേച്ചിയുടെ ഫോട്ടോയുടെ പിറകിൽ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു എൻ്റെ 20 രൂപ. എനിക്കിപ്പോൾ അത് വേണം. സിധു, കളിയല്ല, എനിക്ക് എൻ്റെ 20 രൂപ വേണം. എടാ സഞ്ജു, അത് തീർന്നുപോയി. യു ബ്ലഡി ഗ്രാമവാസി, എൻ്റെ സമ്പാദ്യം 20 രൂപ. ആ, നിനക്ക് ഞാൻ ഒരു സാധനം തരാൻ വച്ചിട്ടുണ്ട്. ഇങ്ങ് വാ. എന്താടാ? നന്നായി കൊടുക്കൊന്നൂടെ. ആ, എന്താടാ? എന്തിനാ നീ എന്നെ തല്ലിയേ? ഒന്നുമില്ലെങ്കിൽ നിന്റെ 2 വയസ്സിന് മൂത്തതല്ലേടാ ഞാൻ. മൂത്തതല്ല, ചീഞ്ഞത്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നീ എന്താ പറഞ്ഞേ? പൊന്നം മൈരണന്ന് ഞാൻ നോക്കിക്കും. ഹലോ, എടാ സിധു, എവിടെടാ എൻ്റെ 20 രൂപ? അത് പപ്പാടെ പ്രൊഡക്ഷൻ മാനേജറാ. ഓ എടാ പട്ടി, നീ തിരിച്ചു വരുമ്പോൾ എൻ്റെ 20 രൂപ നിന്റെ കയ്യിലില്ലെങ്കിൽ നിന്റെ പ്രൊഡക്ഷൻ ഓഫീസിൽ കയറി ഞാൻ നിന്നെ വെട്ടും. നോക്കോ? ഓക്കെ, അത് പപ്പയോട് ചോദിച്ചാൽ മതി. നീ എന്തുവാ പറഞ്ഞേ? പ്രൊഡക്ഷൻ മാനേജർ അല്ലേ? ആറാ പട്ടി നിന്റെ പ്രൊഡക്ഷൻ മാനേജർ? എടാ, അതങ്ങനെയല്ല. പപ്പയുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ സാധനമാണല്ലോ നീ. ഞാനത് ഉദ്ദേശിച്ച അതിന്റെ മാനേജർ, മേൽനോട്ടക്കാരൻ, ഞങ്ങളുടെ എല്ലാവരുടെയും. ഐ മീൻ ദാറ്റ്. കൊടുക്കട സഞ്ജു അവൻ്റെ പ്രൊഡക്ഷൻ ഇട്ട്. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തോടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. എവിടെടാ എൻ്റെ 20 രൂപ? ഓക്കെ, നീ എടുത്തു. എങ്ങനെ ചിലവായി? ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം, പറ. എടാ, അത് ഞങ്ങള് വെള്ളം കുടിക്കാൻ കേറി. എവിടെ? ബീച്ച് റെസ്റ്റോറന്റിൽ. ബീച്ച് റെസ്റ്റോറൻറ്റില്ല? എടാ, നിനക്ക് രാഘവേട്ടൻ്റെ കടയിൽ പോയി വല്ല ചായ വാങ്ങിച്ച് കുടിച്ചൂടെ? നീ ബാക്കി പറ. ലൈം ഓടിച്ച് ഉണ്ടാക്കണ്ട. 10 രൂപ അങ്ങനെ പോയി. അല്ല, തണുത്തതാണോ കുടിച്ച? അങ്ങനെയാണെങ്കിൽ 20 രൂപ അതിൽ മുങ്ങിപ്പോയി കാണും. ബാക്കി 10. എടാ, ഒരു പപ്സും കഴിച്ച്. ആ, നന്നായി. പപ്സിന് 20, 15. 20 രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതുകൊണ്ട് നീ എങ്ങനെ 15 രൂപയുടെ പപ്സും ലൈമും വാങ്ങിച്ചേ? ബാക്കി 5 രൂപ എവിടെ നടാ? ആ 5 രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടി? എടാ സൂര്യ, നീ കേള്. അത് നിന്റെ ചെക്കൻ നിനക്ക് അവൻ്റെ ഓർമ്മയ്ക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു 5 രൂപ തന്നില്ലേ? അത് ഞാൻ രാവിലെ എടുത്തുകൊണ്ട് പോയതാ. തെണ്ടി, എടാ, അതെന്റെ ഹൃദയമാടാ, എൻ്റെ ഹൃദയം, എൻ്റെ ചെക്കൻ്റെ സമ്മാനമാടാ. ഇതിന് നിനക്ക് മോപ്പില്ലടാ പന്നി. ഇന്ന് നിന്റെ പൊരിച്ച മീൻ ഞാൻ തിന്നും. അയ്യോ, എടാ സൂര്യ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലടാ. അല്ലല്ലേടാ. നോക്കി ഞാൻ മീൻ തിന്നുമ്പോ നീ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാടാ. ഇതെന്റെ റിവഞ്ചാ. എടാ അണ്ണാന് പരിണാമം സംഭവിച്ചോനെ, നിനക്ക് എൻ്റെ പൈസയ്ക്ക് വല്ല ചായക്കടയിലും പോയാൽ പോരായിരുന്ന? എന്തിനോടാ നീ മറ്റേ ബീച്ച് റെസ്റ്റോറൻറ്റിലെ ഉണ്ടാക്കത്തുള്ളൂ? അതെങ്ങനെയാ? കൊറിയൻ സിനിമയ്ക്ക് വരെ സെറ്റ് ഇട്ട് കൊടുക്കുന്ന വലിയ ബിസിനസ്മാൻ്റെ മോനല്ലേ? എന്നെ മാത്രം രണ്ടും അങ്ങനെ പറയണ്ട. നീ ആരാ? ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന സഞ്ജു ബിസിനസിന്റെ MD-യുടെ മകൻ. വെറൈറ്റി അല്ലേ? ആ ചെറുക്കന് ബുദ്ധിയില്ലാത്തത് ഇത് ഭാഗ്യോടെ ഇരട്ടെ. പിന്നെ ദേ നിൽക്കുന്ന SSS ബാങ്കിന്റെ ഫൗണ്ടറിന്റെ മകൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്നെക്കാലൊക്കെ ഭേദമാടാ ഞാൻ. ആഹാ, എന്നെ നീയൊന്നും അങ്ങനെ കൊച്ചാക്കണ്ട കേട്ടാ. എനിക്ക് നിന്നോടൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അതാ. കാരണം ഞാൻ പറഞ്ഞ കള്ളത്തിലും നിന്റെയൊക്കെ പേരുണ്ട്. SSS. ബിക്കോസ് നമ്മൾ 3 പേരും. മനസ്സിലായ? ഇതൊക്കെ അവരറിഞ്ഞാലുള്ള അവസ്ഥ. ദൈവമേ, അറിഞ്ഞെന്ത്? നമുക്കുള്ളതെല്ലാം ദാനം ചെയ്യുന്നങ്ങ് പറയും. എങ്ങനെയുണ്ട്? അത് നല്ല ഐഡിയ ആണല്ലോ. ഉപകരിക്കും. സേവ് ചെയ്ത് വച്ചേക്കാം. എന്റെ ദേവി, എനിക്ക് ശക്തി തരൂ. ഓഹോ മിന്നലേ മിന്നലേ താഴെ വരൂ. ഇതെന്ത് വിളപ്പിശാലയാ? മിന്നലടി, കൊടുങ്കാറ്റ്. ആരാണ്? നിന്റെ അപ്പൻ ഫെർണാണ്ടസ്. എടുക്കണേ എന്റെ ഷൂ. കൊണ്ടുപോ നിന്റെ അമ്മൂമ്മയുടെ ഷൂ. ഒരു ഷൂ വല്ലപ്പോഴും സാധനം ഒന്ന് കഴിയണം. എന്ത് നാറ്റവാ. അങ്ങ് സഹിച്ചോ? എന്നോട് ചോദിക്കാതെ എടുത്തിട്ടാണ് പോയതല്ലേ. പിന്നെ
അതിന്റെ അടി കീറിയിട്ടുണ്ട് കേട്ടാ. ആ അത് ചോദിക്കാനായിരുന്നേ. എന്തുവാടാ അത്? കാലിനടിയിൽ കീറിയിട്ടാണെങ്കിൽ കല്ലും കുത്തി കീറുന്നത്. ഞാനില്ലേ ചെളി നടക്കുന്ന കൊക്കിനെ പോലെ നടന്നേ. ഭാഗ്യത്തിന് ആ മണ്ട ശ്രദ്ധിച്ചില്ല. എങ്ങാനും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മേ. എന്നാടാ നോക്കുന്ന ഇങ്ങനെ? നിന്നോട് ഇനി ജാക്കറ്റ് കൂടാൻ ഞാൻ പ്രത്യേകിച്ച് പറയണോ? ജാക്കറ്റ് ഊരി. ഇതായിരുന്നു കൊണ്ടുപോയി പുഴുങ്ങി തിന്നണം, പുഴുങ്ങി തിന്നെ. പിന്നെ വല്ലപ്പോഴും അതൊന്ന് അലക്കണേ. ഒടുക്കത്തെ നാറ്റവും ചൊറിച്ചിലും ചൊറിഞ്ഞു മനുഷ്യന്റെ ഊപ്പാട് വന്ന്. എന്നാ നീ ഇടണ്ടായിരുന്നല്ലോ, എന്തിനാ എടുത്തിട്ടേ? ഇട്ടുപോയില്ലേ. നിന്റെ ചെക്കനാടി വാങ്ങിച്ചു തന്നേ? എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങി തന്നോ? ആ ലൈമും പപ്സും. അയ്യേ ഏച്ചി, ഇത്രയും പൈസ ഉണ്ടായിട്ട് മോശം മോശം മോശം. ബിസി സർജന്റെ മകൾക്ക് ലൈമും പപ്സും. ഡാടാ അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ ചെറുക്കൻ എന്താ നിനക്ക് വാങ്ങി തന്നെ ഓർമ്മ ഉണ്ടല്ലോ? വെറും 2 രൂപയുടെ പുളിമുട്ടായി. SSS ബാങ്കിന്റെ ഫൗണ്ടറിന്റെ മകൻ, ഫ്ലൈറ്റ് ഏജൻസി MDയുടെ മകൻ, അതിലെ വാങ്ങി തന്നോളൂ. എന്നിട്ട് അതിന്റെ കവറും സൂക്ഷിച്ചു വെച്ചേക്കുന്നു. നീ പോടി. ഓ ഇതൊക്കെ രണ്ടും അകത്ത് വരുമ്പോ ചെല്. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും കേട്ടോ. മോങ്ങാണ്ടി തലയാ. നീ കുരുട്ടനൊക്കെ ആവത്തലച്ചി. നിന്റെ മറ്റവൻ. ബൈ. നീ അരെ വാ. നോക്കി കൊതി വിട്ടിട്ട് കാര്യമില്ല മോനെ. ഇതിൻ്റെ മുള്ളു പോലും ഞാൻ നിനക്ക് തരില്ല. നിന്നോട് ദൈവം ചോദിക്കും, നോക്കിക്കും. ആഹാ, മീൻ ചോദിച്ചുകൊണ്ട് ഏത് ദൈവം വരുന്നതെന്ന് എനിക്കൊന്ന് കാണണം. എന്നാൽ ജട്ടിക്കണക്ക് ഞാൻ അങ്ങ് നിരത്തും. ഈ പൊന്നി എടാ സഞ്ജു എവിടെ? ആ ഫോണും പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ പോണതുണ്ട്. വേണ്ട പറഞ്ഞു. ഡാ നിങ്ങൾ കഴിച്ചു കഴിയാനായോ? നാളെ ഒരു വർക്കുണ്ട്, നാളെ രാത്രി. എന്താ പണി? ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഗ്രൗണ്ടിനടുത്തൊരു വീടുണ്ടല്ലോ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത്. അവിടെ കുറേ പഴയ സാധനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതെടുത്ത് വിറ്റാൽ നല്ല പൈസ കിട്ടും. നാളെ അപ്പം നമുക്ക് അതെടുക്കാനായിട്ട് അങ്ങോട്ട് പോകണം. അയ്യോ, ആ പ്രേതമുള്ള വീടാ? ആ ഗ്രൗണ്ടിനടുത്തുള്ള വീടല്ലേ? അവിടെ കളിക്കാൻ പോണ ഇക്കോ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രേതം ഉണ്ടെന്ന്. പിന്നെ അതുമല്ല, മോശമാണോ? അത് മോശമല്ലേ? പോരാത്തിനും പഴയ സാധനങ്ങൾ എങ്ങനെ നല്ലതാവുന്നേ? അത് കൊടുത്ത പൈസ ഒന്നും കിട്ടൂല. നിനക്ക് വട്ടാണ്. മോശണം കുറ്റാണല്ലേ? എന്നാ പൊന്നുമോ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മീൻ അവിടെ വച്ചേക്ക്. മീൻകാരൻ്റെ കൊട്ടയിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് കിട്ടിയതാ കേട്ടാ. എന്നിട്ട് ഞാൻ മാരിയ കുറ്റം. അവിടെ നിന്ന് ഏതോ ഒരു പാവം പൂച്ചയുടെ തലയിലായി. ആ പൂച്ചയുടെ തലയുടെ മണ്ട അടിച്ച് പൊട്ടിക്കുന്നതും കണ്ടിട്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ട് വന്നത്. അത് മിണുങ്ങണ്ട കേട്ടാ. പോ, അത് പറ്റൂല. എടാ മീനിന്റെ കാര്യം വിട്. എടാ അവൻ പറഞ്ഞത് ശരിയല്ലേ, പഴയത് എങ്ങനെ നല്ലതാവുന്നേ? പൈസ കിട്ടൂല. പിന്നെ പ്രേതം, കുട്ടികൾ പറയുന്ന തള്ളിക്കളയാനൊന്നും പറ്റൂല. അപ്പുറത്ത് സുമതി ചേച്ചിയുടെ മോൻ ഇക്കുറു എന്നോട് പറഞ്ഞു ആ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന്. അത് മാത്രമല്ല, ആ പ്രേതത്തിന് ആരൊക്കെ കാണുകയും ചെയ്തെന്ന്. അത് വേണ്ട. ഈ മണ്ടന്മാര്. എടാ പഴയ സാധനം എന്ന് പറഞ്ഞാൽ നീ പറയുന്ന മറ്റേ പഴയതല്ല. എടാ ഇത് മറ്റേ പാൻറ്റിക്ക്. എൻ്റെ അപ്പൻ. അതല്ല എടാ മറ്റേ അതെ എന്തോന്ന്. ആരുടെ അപ്പൻ? എടാ ആരുടെ അപ്പനും അപ്പൂപ്പനൊന്നും അല്ല. ഈ പഴയ വിലയുള്ള സാധനങ്ങൾ എന്തോ പറയില്ലേ, ഈ മ്യൂസിയത്തിലൊക്കെ കാണുന്ന. എനിക്കറിയാം. ഇവിടെ നിൽക്കുന്നു നാക്കിന്റെ തുമ്പിരിക്കുന്നു. മാൻഡിക്കല്ലേ? എക്സാക്ട്ലി. എടാ നീ മണ്ടനല്ല, നിനക്ക് ബുദ്ധിയുണ്ട്. എടാ ഈ മാൻഡിക്ക് തന്നെ. അത് കിട്ടിയ പൈസ കിട്ടൂടാ. പ്രേതം നമുക്കൊരു കൊന്തയും കുരിശും കൊണ്ടങ്ങ് പോയാൽ പോരെ. അത് ശരിയാ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിട്ട് വാ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാനല്ലേ ഏറ്റവും ചെറുത്. മിണ്ടാതെ ഞങ്ങളോട് വന്നോണം. അങ്ങനെ ഇപ്പം പോലീസ് പിടിക്കുമ്പം നീ മാത്രം ഇവിടെ ഇരിക്കണ്ട. യഥാർത്ഥ സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ 3 പേരും ഒരുമിച്ച് പിടികൊടുക്കണം കേട്ടാ. നീയും വരും. പൊട്ടി. ഇവനെന്താ മൂട്ടിൽ തീ പിടിച്ചോ ഇങ്ങനെ ഓടുന്നു? അത് 10 മണിയായില്ലേ, അവൻ്റെ ചെക്കൻ ഫോൺ ചെയ്യും. അതും വീഡിയോ കോള്. ഇവിടെ ആകപ്പാടെ ടൈൽസ് വെച്ച് ഒരു റോയൽ ലുക്കുള്ളത് ബാത്റൂമിലാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോവാ. ബാങ്ക് ഫൗണ്ടറിൻ്റെ മകനല്ലേ.
ഫോണും കൊണ്ട് അപ്പുറത്തെ വീട്ടിന്റെ പുറം ഭാഗത്ത് പോയി നിൽപ്പുണ്ട്. ഓ, വീഡിയോ കോള്. അല്ല, നിന്റെ നേരത്തെ കഴിഞ്ഞോ? ആ, അവന് അത്യാവശ്യമായി ജാക്കി ചാനുമായിട്ട് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നാളെയും ബിസി ആയിരിക്കും, മറ്റന്നാ കാണാന്ന് പറഞ്ഞിട്ടാ പോയാ. നിന്റെതോ? ആ, അവനും എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ലൈഫൊക്കെ എന്തല്ലേ, റോയൽ ഫുഡ്, കാറ്, വീട്, എപ്പോൾ വേണമെങ്കിലും പൈസ, എങ്ങോട്ട് വേണമെങ്കിലും യാത്ര, രാജയോഗം. ഓർമ്മിപ്പിക്കല്ലേ ഹാരി. അതെ, കെട്ടിയിട്ട് വേണം ഇതൊക്കെ എനിക്കും ഒന്ന് കാണാൻ. ദേവ വരുന്നു. ആ, ഹാരി നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ നോക്കി. ആ, അത് പറയാനാ ഞാൻ വന്നേ. നിന്നെ കാത്ത് നിൽക്കുമായിരുന്നു. എടാ, നമ്മൾ കുറേ ആയില്ലേ ഈ വീട്ടിൽ ഇവിടെ ഇവൾക്ക് സേഫ് അല്ലടാ. നമ്മളില്ലാത്ത നേരത്തെ ഇവളെങ്ങാണം വന്ന് കയറി കഴിഞ്ഞാൽ ആരെങ്കിലും കയറിയ പോലും അറിയത്തില്ല. ആ ബാക്കിലെ ഡോറാണെങ്കിൽ ഒറ്റ ചവിട്ടിൽ കളി വരും. ഫ്രണ്ടിലാണെങ്കിൽ അതിനേക്കാളപ്പുറം. സോ ഞാൻ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറാം. മാറാം. സമാധാനം. എനിക്കിനി മതിലും ചാടി അപ്പുറത്തെ വീട്ടിന്റെ മതിലിന്റെ അടുത്ത് ചെന്നിന്ന് ഫോൺ ചെയ്യണ്ടല്ലോ. എനിക്കും. അല്ല, ഏതാ വീട്? എവിടെയാ വീട്? ആ ഗ്രൗണ്ടിന്റെ അടുത്തുള്ള വീടാ? അടുത്ത് തന്നെയാ? അയ്യോ, മറ്റേ പ്രേതമുള്ള വീടാ? ഞാനങ്ങൂല്ല. പ്രേതമുണ്ടാ? എനിക്ക് വയ്യ. കുറെ നാളത്തെ ആഗ്രഹം പ്രേതത്തിനോട് ഒന്ന് കളിക്കണമെന്ന്, ഒന്ന് കാണണമെന്നും. കാണാനും കളിക്കാനും പറ്റുമല്ലോ. നമുക്ക് പോവാം. നീ പ്രാന്തി, നിനക്ക് കാണണമെന്നുണ്ടല്ലേ? ഉറങ്ങി എഴുന്നേക്കപ്പോ നിന്റെ ഈ ആമത്തല പോയി കണ്ണാടി നോക്കിയാൽ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഹരി വേണ്ടേ, വെറുതെ അവിടെ ഒന്നും പോണ്ട. എടാ ജുവിനെ, എടാ അതൊക്കെ ചുമ്മാതാടാ. ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. കർത്താവേ കാത്തുമ്മേ, പ്രേതം വന്ന എന്നെ മാത്രം രക്ഷിച്ചേക്കണേ. ഇവന്മാര് പിന്നെ എനിക്കറിഞ്ഞൂടാ, രണ്ടും കൽപ്പിച്ചിറങ്ങിത്തിരിക്കുക. ഇവരെ പിന്നെ പ്രേതം പിടിക്കത്തില്ലല്ലോ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പ്രേതം പിന്നെ കാണത്തില്ല. ഞാൻ തീരുമാനിച്ച് നാളെ നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് മാറും. രാത്രി നമുക്ക് സാധനങ്ങളൊക്കെ പതുക്കെ മാറ്റി സെറ്റിലാവണം. ഹരിടാ, എന്റെ കർത്താവെ, ഓരോ കോടാലി കൊണ്ടുവരുന്നത് എന്തിനാ കർത്താവെ? എന്നോട് മാത്രം നിനക്ക് ഇത്ര വൈരാഗ്യം? ബേബി, ഐ മിസ് യു സോ മച്ച്. നാളെ പപ്പയുടെ കൂടെ ഞാൻ ഓസ്ട്രേലിയക്ക് പോകുക. ബേബി, ഞാനും നാളെ പോകുക. ഇനി എപ്പോ നാട്ടിലേക്ക് വരുമെന്നറിയില്ല. ബൈ ബേബി, ലവ് യു. ബൈ ബേബി, ലവ് യു ടു. ജുവി ബേബി, ഞാൻ പോണോ? നിന്നെ വിട്ടൊരു സെക്കൻഡ് പോലും മാറിയിരിക്കാൻ എനിക്കറിയത്തില്ല. ഇതിപ്പോൾ അത്യാവശ്യമായോണ്ട. ബാങ്കിൽ പൈസകൾ എണ്ണുന്ന മിഷൻ കേട് വന്നു. അതാ ഞാൻ പോകുന്നത്. ആ പൈസകൾ എണ്ണ എന്നെ കൊണ്ട് മാത്രമേ പറ്റൂന്നാണ് പപ്പ പറഞ്ഞേക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ല. അർജൻറ്റായിപ്പോയി. ബേബി, ഐ മിസ് യു സോ മച്ച് ബേബി. പോയിട്ട് വേഗം വരണേ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. പപ്പയ്ക്ക് ഞാൻ കൂടെ പോയാലേ പറ്റുമെന്ന്. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എപ്പോഴും ബുക്ക് ചെയ്തു. എനിക്ക് വേണ്ടി പറക്കാതിരുന്ന ഫ്ലൈറ്റിന് 2 ചിറക് വരെ പപ്പ വച്ച് പിടിപ്പിച്ചു. പപ്പ എങ്ങനെ ഞാൻ പോവാതിരിക്കുക? നീ എന്നെ പറ. ഇത്രയും റിസ്ക് എടുത്ത് പപ്പ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ പോയില്ലെങ്കിൽ പപ്പയ്ക്ക് അത് വിഷമാവില്ലേ കുട്ടാ? ഐ നോ സഞ്ജു. പപ്പയെ വിഷമിപ്പിക്കണ്ട. പോയിട്ട് വേഗം വരണേ. വന്ന ഉടനെ എന്നെ വിളിക്കണേ. മിസ് യു സോ മച്ച്. ഓ, എന്തൊരു വലിയ വീടാ. ഭൂമിയിൽ വേറെ സ്ഥലമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഈ ഗ്രൗണ്ടിന്റെ അടുത്ത് തന്നെ ഈ വീട് കൊണ്ടുവച്ചത്. ഇനി ആ പിള്ളേര് കളിക്കാൻ വിളിക്കാൻ വരുമ്പോ ഞാൻ എങ്ങനെ മുങ്ങും? അതിലൊരുത്തനാണെങ്കിൽ ബാറ്റ് തൊട്ട അപ്പൊ 6. എപ്പോ നോക്കിയാലും ഞാൻ ഔട്ടും. അയ്യേ, നാടല്ലല്ലോ നിനക്ക്. നിനക്കറിയോ, കക്ക് കളിക്കുമ്പോഴേ ഞാൻ എപ്പോഴും ഫസ്റ്റ്. നീ പൊടി. കക്ക കളിക്കുമ്പോഴല്ല ക്രിക്കറ്റും ബുദ്ധി വെച്ചുള്ള കളിയാ. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ഓ ആണോ? പിന്നെ നീ എന്തിനാ ആദ്യം പോയി കളിക്കുന്നേ? രണ്ടൊന്നും മിണ്ടാതിരിക്കോ? അതിനൊക്കെ ഞാൻ ഫുട്ബോൾ കളിക്കുന്നല്ലേ, എന്നെ തോപ്പിക്കാൻ ആരുമില്ല കേട്ടാ. അത് ഞാൻ കണ്ടതാ, പോസ്റ്റ് മാറി കയറുന്നത്.
ഓ വേണ്ടായിരുന്നു പുല്ല്, വായും വെച്ച് ചുമ്മാ ഇരുന്നാ മതിയായിരുന്നു. ആ മതി മതി വാ. ആ നിങ്ങൾ വന്നോ? കൊറേ നേരമായി നോക്കിയിരിക്കുന്നത്. ആ ഞാനാ അവറാച്ചൻ. ഇത് തെരേസ, എന്റെ ഭാര്യയാ. ഹ, അതൊക്കെ വഴിയെ പരിചയപ്പെടാൻ ചായ. നമ്മളിനി എപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഇല്ലേ? എവരും ഉണ്ടല്ലോ. അല്ല, വീടിനെ കുറിച്ചെല്ലാം അറിയാലോ അല്ലേ? രാത്രി പ്രേതമൊക്കെ വരാറുണ്ട്. അറിഞ്ഞിട്ടൊക്കെ തന്നെയാണോ വന്നത്? ആ അറിയാം, ഞങ്ങൾക്ക് പ്രയത്നൊന്നും പേടിയില്ല. എടോ നുണയോ? അയ്യോ, അത് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ധൈര്യമുള്ള കുട്ടികളാണെന്ന്. അതെ അതെ, മക്കളെ വൃത്തിയായിട്ട് സൂക്ഷിക്കണേ. പിന്നെന്താ, നോക്കാം, ആലോചിക്കാം. ഓ സന്തോഷം. എന്നാ ഇതാണ് ചാവി. നിങ്ങൾ രാത്രിയല്ലേ വരത്തുള്ളൂ, സൂക്ഷിച്ച് വരണേ കേട്ടോ. അപ്പൊ ശരി എന്നാ. ആ ശരി. ഈ പെണ്ണും പിള്ളയ്ക്ക് ഒരു എല്ല് കൂടുതലാവും. ഗായ്സ്, അപ്പൊ റെഡിയല്ലേ? അതില് ചാടാം. ചടാം ചടാം ചടാം. നിന്റെ അത്രയും പൊക്കമുള്ളൂ മതിലിന്. ചടാം വാ. ആഹാ, ഇത് തുറന്നല്ലോ. ഇതിന് വല്ല റിമോട്ടറും ഉണ്ടോ? ഇത് കൊള്ളാമല്ലോ പരിപാടി. വലുതായി വീടൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു വെക്കണം. ആള് മുമ്പിൽ നിൽക്കുമ്പോഴേ അങ്ങ് തുറന്ന് തരിക. ഉഫ്, അന്തസ്. സൂര്യ ചാടാ. ഇവനെന്താ ചാടാത്തെ? ചാടാ. ഓ, അത്യാവശ്യ സമയത്ത് അവന്റെ ഗെയിം കളി. സൂര്യ ചാടാ പട്ടി. അയ്യോ അയ്യോ പ്രേതം. അയ്യോ, എന്താ മനുഷ്യനെ പേടിപ്പിക്കുന്നുണ്ടോ പട്ടി? നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ? ഞാൻ പോണ്. അയ്യോ, ഇത് പണിയാവും. അച്ചടാ, മോൻ കരയല്ലേ, പരിപ്പൂടെ വാങ്ങിത്തരാം. അല്ല, നീ എങ്ങനെ കേറിയേ? സത്യമായിട്ട് വാങ്ങിത്തരണം. അത് ഞാൻ നോക്കിയപ്പോൾ ഗേറ്റ് തുറന്നു വന്നു. അപ്പം ഞാനിങ്ങനെ കയറി പോന്നു. മണ്ടന്മാര്, നന്നായി ഗേറ്റ് അടയ്ക്കാൻ മറന്നാണ്. വാ. ആ അത് ശരിയാ, അതേതായാലും നന്നായി. ഓക്കെ എവരിബഡി, മീ ബാക്ക് വാക്ക്. എന്തോന്ന്? ഓ ഇംഗ്ലീഷും അറിയില്ല ശവങ്ങള്. എന്റെ പിറകെ നടക്കാൻ വാ. ഹെലനേടി, എന്റെ കൈ പിടിച്ച് നടന്നോ, പേടിക്കണ്ട, ഞാൻ ഉണ്ടല്ലോ നിനക്ക്. ഓ ആണോ? എനിക്ക് പേടിയായതുകൊണ്ടാണല്ലോ നിന്റെ മുട്ടാളിയാർന്ന് പറയ്ക്കുന്നേ. അയ്യേ, മൂത്തവർക്ക് പേടിയാണെന്ന് പറയാൻ പാടില്ല. എവിടെ നിന്ന് കിട്ടിയിടി നിനക്ക് ഇങ്ങനെ തലമ്പ് സ്വഭാവം? ഹാരിടാ, ഇവിടെ പവർ കട്ടാണോ? അല്ല, ഒറ്റ വെളിച്ചമില്ലല്ലോ. ഓ, ഇങ്ങനെ പേടിക്കാതെ റത്തേണ്ടി. എന്നെ കണ്ടില്ലേ, അതുപോലെ ഇരിക്കും ധൈര്യമായിട്ട്. അയ്യേ, ആ കൊന്തേ പിടിച്ചിരിക്കുന്ന കൈ അങ്ങ് എടുത്തിട്ട് പറ. പൊടി, അതാരും പറിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചിരിക്കുന്നേ. പിന്നെ സ്വർണ്ണല്ലേ ഇത്? അണ്ടർവെയറിന്റെ വള്ളിയിൽ 2 കാർബോർഡിന്റെ പെട്ടിയെടുത്ത് തിരിച്ചു വെച്ചിട്ട് കുരിശാണ് പോലും, കുരിശവന്റെ. ഓ എന്തായാലും എന്താ കുരിശല്ലേ? പിന്നെ നീയൊക്കെ രണ്ടുള്ളപ്പോ എന്തിനാ എക്സ്ട്രാ കുരിശ്? നീയൊക്കെ തന്നെ ധാരാളം. ഓ ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. അന്ന് തെടുപ്പാടാ. അയ്യോ, എന്താടാ അവിടെ? പ്രേതം മൂത്രം ഒഴിക്കാൻ എണീറ്റതാവും. ഓ നശിപ്പിച്ച് ഒച്ച ഉണ്ടാക്കാതെ പൊട്ടി. ഓ, ഞാനെന്തു ചെയ്ത്? രഞ്ജിനി ഹരിദാസിനെ പോലെ ഒരു പ്രതിമ ഞാനെന്ന് തൊട്ടതേ ഉള്ളൂ. ആ തള്ളയെ പോലെ തന്നെ താ കിടക്കുന്ന താഴത്ത്. അത് എൻ്റെ ഒറ്റയാണ്. ഓ മതി മതി, ഇങ്ങോട്ട് വാ. അയ്യോ, സൂര്യ, ഹരി, നീ എന്താ ഇവിടെ? ഇതാ നിന്റെ പൈസകളുടെ കൂമ്പാരം. പുല്ലിപ്പെട്ടല്ല. അപ്പം നീയോ? നീ പോവാനുണ്ട്, മിസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നീ പോയില്ലേ? എന്താ നീ എന്തിവിടെ? അല്ല, നിന്റെ ആരെ അമ്മൂമ്മേനെ കെട്ടിക്കാനാ നിന്റെ പപ്പ വിളിച്ചേ? ഓ, അപ്പം നീയും അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പോയില്ലായിരുന്നോ? അയ്യോ ഹെലൻ, അവളിവിടെ. ഹെലനെ, ഓ ഇവിടെ കടന്ന് കൂവിയിട്ട് എന്തിനാ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. നോക്കാം ഹെലനെ. അയ്യോ
അയ്യോ പേടിപ്പിക്കല്ലേ മനുഷ്യ. അയ്യോ പ്രേതം. അയ്യോ ആ പിശാച് പോയിരുന്ന ആ പ്രേതത്തിന്റെ കൂടെ കൈകൊട്ടി കളിക്കുന്നു. പോയി വിളിച്ചോണ്ട് വാ മനുഷ്യ. ആ പിശാചിനെ പെങ്ങളില്ലാതെ ജീവിക്കേണ്ടി വരും. തുണി എഴുവാൻ ആരുമില്ല, ചട്ടി എഴുവാൻ ആരുമില്ല. എനിക്ക് പണിയെടുക്കാൻ മേലെ. പോയി വിളിച്ചോണ്ട് വാ. അതെന്നാ പരിപാടിയാ പ്രേതം മാമി? നിങ്ങളല്ലേ ഇപ്പൊ എന്നെ തല്ലിയത്, അപ്പൊ പിന്നെ ഞാൻ തിരിച്ചടിക്കണ്ടേ? നിങ്ങൾ കളിക്കുന്നതൊന്നും നേരെയല്ല കേട്ടോ. നിങ്ങൾക്ക് കളി അറിയത്തില്ലെങ്കിൽ മുമ്പേ പറയാൻ ഞാൻ പറഞ്ഞതാ. ഞാൻ കളി പറഞ്ഞു തരാന്ന് പറഞ്ഞതാ. നിങ്ങൾ കാണിക്കുന്നൊക്കെ പോടാ. കൊച്ചിലെ ഞാൻ കളിച്ചതൊക്കെ ശരിയാ, കഷ്ടപ്പെട്ട് പഠിച്ചതാ. കൊച്ചിലെ ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. നീയാ തെറ്റ് കളിക്കുന്നേ. അയ്യോ ഹെലൻ ഇവിടെ. ആ നിങ്ങൾ വന്നോ? ഇതെവിടെയായിരുന്നു? എന്തിനാ ഈ പെണ്ണുമ്പളെ കണ്ടിട്ട് പേടിച്ചോടിയേ? നല്ല പ്രേതാട്ടോ. എന്റെ കൂടെ കൈയോട്ടി കളി കളിച്ച്. പക്ഷെ ഈ പെണ്ണുമ്പളെ കളിക്കുന്നൊക്കെ പോളാ. അല്ല അല്ല നീ എന്താ ഇവിടെ? ആ എന്തെങ്കിലും ആവട്ടെ, വാ നമുക്ക് ഒരുമിച്ച് കളിക്കാം. വെയിറ്റ്. ഈ മുഖവും ചിരിയൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ കിട്ടി. ഈ പെണ്ണിത് എവിടെ പോയി കർത്താവേ? നോക്കിയിട്ടാണെങ്കിൽ കാണുന്നില്ല. ഏതായാലും ആ ചെക്കന്മാരിപ്പോ പേടിച്ചോണി കാണും. തെരേസേ, എടീ തെരേസേ, തെരേസേ, തെരേസേ. അയാളൊരു തെരേസ. ഇയാളെ ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പറയല്ലേ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന്? പറയാം. ഈ വീട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കും അവക്കും. ഞങ്ങൾക്കാണെങ്കിൽ അധ്വാനിക്കാനുള്ള കപ്പാസിറ്റിയും ഇല്ല. അന്നേരം ഇവിടുത്തെ മുതലാളി ഇത് വാടകയ്ക്ക് കൊടുക്കാനോ വാടകയ്ക്ക് കൊടുത്തിട്ട് വിൽക്കാനും പോവാന്ന് പറഞ്ഞത്. ഞങ്ങളെ കൊണ്ടത് കേട്ടപ്പോൾ സഹിച്ചില്ല. ഞങ്ങളത് തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരും. ഇത് വിറ്റ് കഴിഞ്ഞാൽ അത് വിൽക്കാതിരിക്കാനാ ഞങ്ങൾ ഇമാതിരി പരിപാടിയെല്ലാം കാണിച്ചു കൂട്ടിയത്. പണ്ടെങ്ങാനോ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ ഇവള് നൈറ്റ് ഇട്ടുകൊണ്ട് പുറത്ത് നടക്കുമായിരുന്നു. അന്നേരം അവൻ പേടിച്ചോടി. പ്രേതമെന്നും പറഞ്ഞുകൊണ്ട് ഭാഗ്യത്തിന് വെള്ള നൈറ്റ് ആയതുകൊണ്ട് അവൻ വിശ്വസിക്കുകയും ചെയ്തു. അതിൽ പിന്നെ എവളെ കൊണ്ട് ഇമാതിരി കോലം കെട്ടിച്ചൊക്കെ ഞാൻ അടിപ്പിക്കും. അന്നേരം ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി ഇവിടെ പ്രേതം ഉണ്ടെന്ന്. പിന്നെ എങ്ങാനും ആരെങ്കിലും നിങ്ങളെപ്പോലെ വാടകയ്ക്ക് വന്നാൽ ആ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ നോട്ടിക്കും. അവർ പേടിച്ചിട്ട് അഡ്വാൻസ് വാങ്ങാതെ ഓടും. അപ്പം ഞങ്ങൾക്ക് ലാഭവും കൂടെ അല്ലേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വാടകയ്ക്ക് ചോദിച്ചു വന്നാൽ ഞങ്ങൾ അങ്ങ് കൊടുക്കും. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് പിടിക്കപ്പെട്ടു. ഇയാളെ ഇത് ഞാൻ കിണിച്ചോണ്ട് പറയാൻ നോക്കും. എടുക്കണം 2000 രൂപ. അയ്യോ മോനെ, അതപ്പം തന്നെ ചെലവായി. ഓ സഞ്ജുടാ, നീ പോലീസിനെ വിളിക്കും. ഇവരെല്ലാരും പറ്റിച്ചല്ലേ, ഇവരിപ്പം തന്നെ പോലീസിൽ ഏൽപ്പിക്കാം. വിളിക്കും. അയ്യോ അത് വേണ്ട, ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി. നീ എന്താ പറയുന്നേ? അത് പറ്റത്തില്ല, പോലീസിനെ വിളിക്കും. ഓ ഈ മണ്ടനെ കൊണ്ട് ഇടാൻ പോട്ടാൻ വേണ്ടി നമ്മളിവിടെ എന്തിനാന്ന് വെച്ചാൽ നീ എന്ത് പറയും? മാങ്ങ ഉറക്കാൻ വന്നാ? അയ്യോ മന്ദോത്തി. അവര് പറയും അവര് വീട് വാങ്ങിച്ചിട്ട് വന്നേന്ന്. നമ്മളെന്ത് പറയും? വീട്ടിൽ നിന്ന് മോട്ടിക്കാൻ വന്നേന്നോ? അല്ല നിങ്ങളെന്താ ഇവിടെ? സിധു, നീ എവിടെ പോവാന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇവിടെ? ഞങ്ങള് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നതാ. ഇവിടെ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാ. ഈ രാത്രിയിലോ ക്രിക്കറ്റോ? ഞങ്ങൾ രാത്രിയാ ക്രിക്കറ്റ് കളിക്കാറ്. അതാകുമ്പം ബോൾ പോയാൽ തിരിച്ച് പിന്നെ കളിക്കില്ലല്ലോ. അല്ല പിന്നെ എന്തൊക്കെ സംശയങ്ങളാ നാശങ്ങൾക്ക്. ഓ അങ്ങനെ. അല്ല നീയൊക്കെ എങ്ങോട്ടേക്കോ മലക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? സത്യം പറയടാ, നീയൊക്കെ എന്തിനിവിടെ വന്നേ? അല്ല സത്യത്തിൽ നീയൊക്കെ ആരാ? കോടീശ്വരന്മാരെ പുത്രന്മാരെ തന്നെയാണോ? ഞങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളും പറഞ്ഞല്ലോ നിങ്ങൾ കോടീശ്വരന്മാരെ പുത്രനും ഒക്കെ ആണോ? സോ സോറി, അതിനിവിടെ പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിനും പ്രസക്തിയില്ല. അത് പോട്ടെ, സ്നേഹിച്ചു പോയില്ലേ? അല്ല നിങ്ങളിവിടെ എന്താ രാത്രി ക്രിക്കറ്റ് കളിക്കാൻ വന്നതാന്ന് പറയുമ്പോ വിശ്വസിക്കാനായിട്ടെ, അതും വെള്ളം തൊടാതെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. വെള്ളം കുടിച്ചിട്ട് വിഴുങ്ങിയാൽ മതി. ആഹാ, അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നേ? സത്യം പറ, നിങ്ങൾ തീവ്രവാദികളല്ലേ? ബെസ്റ്റ്. തീവ്രവാദിയല്ലടാ, നരഭോജി. അല്ല പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഗ്രൗണ്ടിൽ ഒരു സാധനം വെച്ച് മറന്ന് അതെടുക്കാൻ വന്നതാ. അത് നാളെ എടുത്താലും പോരെ?
എന്തിനാ ഇന്ന് ഈ രാത്രി തന്നെ എടുക്കുന്നേ? ആഹാ, മാറി നിൽക്കട്ടെ ജൂവി അങ്ങോട്ട്. നിങ്ങൾ നേരത്തെ ക്രിക്കറ്റ് കളിക്കാൻ വന്നതാണ് എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇപ്പൊ അതങ്ങനെ ഒരു സാധനം എടുക്കാനായി. ആ, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഈ വീട് നിങ്ങളാ ചോദിച്ചേന്ന്. ഓ, ഈ കുരുപ്പിനെ അങ്ങ് കൊന്നാലോ? എന്തോന്നടാ പിന്നെ, നിന്റെ മുതലല്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം. പറഞ്ഞു പറഞ്ഞ എന്റെ വായിൽ വെള്ളം പറ്റി. ആന്റി എവിടെ അടുക്കള? ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരാം കുറച്ച്. യു കണ്ടിന്യൂ ഗൈസ്. നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ മതി മോളെ. ഞാൻ വരണോ? ഓ വേണ്ട. ഞാൻ വരണോ? എങ്ങോട്ടാ? അവള് താനെ പൊക്കോളൂ. ആദ്യം നീ വേണോന്ന് ഞങ്ങൾ തീരുമാനിക്കട്ടെ. അതിന് നീ എന്തിനാ അവനെ ആട്ടുന്നേ? നീയും മിണ്ടരുത്, നിന്നെയും വേണോന്ന് ആലോചിച്ചോണ്ടിരിക്കാം. പുതുമഴയായി വന്നു നീ, പുളകം കൊണ്ട് പൊതിഞ്ഞു നീ. ആന്റി കൂടെ പോകണോ? വേണ്ടായിരുന്നല്ലോ. എന്താ ആന്റി ഒന്നും മിണ്ടാത്തെ? അവിടെ അമ്മമാരുടെ വഴക്കൊക്കെ കഴിഞ്ഞോ? ഡ്രാമ കഴിഞ്ഞില്ലേ? ഇനി ആന്റിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ഊരി വെച്ചൂടെ? കണ്ടിട്ട് ഒരു കോണമില്ല. ആ ആന്റി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ, വെള്ളം കുടി കഴിഞ്ഞു പോവാം. ഞങ്ങൾ മാത്രമല്ലല്ലോ കള്ളം പറഞ്ഞേ, നിങ്ങളും പറഞ്ഞല്ലോ. സർജന്റെ മോള, അമേരിക്കൻ പ്രസിഡന്റിന്റെ മോനെ, അതൊന്നും കുഴപ്പമില്ലേ. ആ, ഇവിടുത്തെ അടി ഇതുവരെ കഴിഞ്ഞില്ലേ? കേട്ടോ ആന്റി? ആന്റി ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പം എൻ്റെ കൂടെ അവിടെ വന്നതാരാ? ഞാൻ ഇവിടെ നനങ്ങിയിട്ടില്ല മോളെ. അയ്യോ, അപ്പൊ ഞാൻ കണ്ടതോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നതോ? ഞാനാ വെള്ളത്തിന് വരെ എത്തിപ്പോരും ചോര മക്കളെ. എടോ അവറാച്ച വായും പൊളന്നുകൊണ്ട് നിൽക്കാതെ വാടോ, പണി വരുന്നുണ്ട് അവറാച്ച.